എന്താന്നറിയില്ല, ഇന്ന് നോക്കി ഭയങ്കര തണുപ്പാണല്ലോ. ഇതെന്തായി സംഭവിക്കുന്നത്? എങ്ങനെ സംഭവിക്കുന്നത്? എന്റെ ചങ്ക, ഇത് ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ചിലപ്പോ ചൂട് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ തണുപ്പ് കൂടുതലായിരിക്കും. പൊളിക്കടുത്തല്ലോ. എന്റെ 20 വർഷ അനുഭവത്തിൽ ഞാൻ ഇവിടെ ഒരിക്കലും ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. എന്റെ അമ്മോ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ തണുപ്പത്ത് ഞാൻ എങ്ങനെ ട്രാഫിക് കൺട്രോൾ ചെയ്യുമെന്ന്. ഞാൻ ആകെ വലഞ്ഞല്ലോ. റോഡിലാണെങ്കിൽ ഒന്നും കാണാനും പറ്റുന്നില്ല. ചിങ്ങൻ സാറേ, നിങ്ങൾ വിഷമിക്കണ്ട. ഞാനൊരു സാറ്റലൈറ്റ് മുകളിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കിരണങ്ങൾ താഴേക്ക് പതിക്കുന്നുണ്ട്. എന്റെ പുതിയ MW കണ്ടോ സാറേ? അത് ഈ മഞ്ഞിനെ മുഴുവനും അലിയിച്ചു കളയും. പിന്നെ സൂര്യൻ പുറത്തു വരും. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ? വേഗം വാ, നമുക്ക് പോയി ഐസെല്ലാം മാറ്റി റോഡ് ശരിയാക്കാം. അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി തുടങ്ങാം. എന്താ ഇത്? ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ട് റോഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഇവിടെ റോഡിൽ സ്നോമാൻ ഉണ്ടാക്കി കളിക്കുന്നു. പോയി വേറെ എവിടെയെങ്കിലും ഉണ്ടാക്ക്. ഇതിനിടയിൽ റോഡുണ്ട്, ഞങ്ങളത് പുറത്തു കൊണ്ടുവരാൻ നോക്കുക. ഇത് പൊളിച്ചു കളയാനൊന്നും നിക്കണ്ട, ഇതിന് ദേഷ്യം വരും. അതിന് ദേഷ്യമൊന്നും പിടിക്കില്ല. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഞാനിതിന് നോക്കിക്കോളാം. ചെന്ന് നിങ്ങൾ രണ്ടാമത്തെ സ്നോമാൻ ഉണ്ടാക്കി കളിക്ക്. ചെല്ല്. നീ എന്നെ അടിക്കാൻ പോവാണോ? എന്റെ വലിയേട്ടാ, സോറി സോറി. ഇനി ഞാൻ വല്ല സ്വപ്നവും കാണുവാണോ എന്റെ പത്തലു? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിച്ച പിന്നെ നിന്റെ കാര്യം പോക്കടാ. ഇവിടെ ഒരു സ്നോമാൻ എങ്ങനെ ജീവൻ വന്നെന്ന് അറിയില്ലേ? അത് ഞങ്ങളുടെ പുറകെ തന്നെ വരുവാ. എന്തേലും ഒന്ന് ചെയ്യണ്ട വല്യേട്ടാ. പൊളിക്കടുത്തല്ലോ, പൊളിക്കടുത്തല്ലോ. ഈ സ്നോമാൻ എങ്ങനെ ശരിക്കും ജീവൻ വന്നത്? ഇതിന്റെ കാരണം വൈദ്യുതിയും എന്റെ സാറ്റലൈറ്റിലെ കിരണങ്ങളും ഒന്നിച്ചത് കൊണ്ടാണെന്നാ എനിക്ക് തോന്നുന്നത്. നീ ഓടിക്കൊണ്ടേ ഇരിക്ക്, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. നോക്ക് ഡോക്ടർ ജഡ്ക, അങ്ങോട്ട് പോ. എന്താന്നറിയില്ല വലിയേട്ടാ, ഒരു സ്നോമാൻ ഞങ്ങളുടെ പുറകെ തന്നെ കൂടിയിട്ട് കുറെ നേരമായി. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. നീ വിഷമിക്കാതിരിക്കുക, അവൻ വരട്ടെന്ന്. ഈ വെള്ളമൊഴിച്ച് നമുക്ക് അവനെ അലിയിച്ചു കളയാം. ഈ ടാങ്കറിനകത്തെ ചൂടുവെള്ളമാ, അതും തിളയ്ക്കുന്ന ചൂട്. ഇങ്ങതാ, ഈ പൈപ്പ് വെച്ച് ഞാൻ വെള്ളം ഒഴിക്കാം. എന്റെ ചങ്ക്, എന്റെ സുഹൃത്ത്. ഇത് പൊളിച്ചടുക്കി, ഇനി അങ്ങോട്ടെല്ലാം പൊളിച്ചടുക്കും.
വെൽക്കം വെൽക്കം എന്റെ കൂട്ടുകാരെ. മോട്ടു രക്ഷിക്ക്. ഡോക്ടർ ജട്ക രക്ഷിക്കണേ. മമ്മി ഞാൻ ഇവിടെ കുടുങ്ങിപ്പോയി, രക്ഷിക്കണേ. മോട്ടു ഞങ്ങളെ രക്ഷിക്കൂ. രക്ഷിക്കാനൊന്നും സമയമില്ല. ഇവിടെ എന്റെ ജീവൻ തന്നെ അപകടത്തിലാണ്. മോട്ടു ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നിനക്ക് എത്രയും ലേറ്റ് ആയിട്ട് വരാൻ പറ്റുമോ അത്രയും ലേറ്റ് ആയിട്ട് വന്നാ മതി. ബാക്കി ഞാൻ ഏറ്റു. ഞാൻ ലേറ്റ് ആയിട്ട് വരാനുള്ള മൂഡിലല്ല ഇപ്പൊ. നിങ്ങൾ എന്ത് മണ്ടത്തര പറയുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇതിനെ കറക്കി കറക്കി എന്റെ ലാബിന്റെ മുന്നിൽ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. ഞാൻ നേരത്തെ ചെന്ന് ഇവനുള്ള പണി ഒപ്പിച്ചു വെക്കാം. മനസ്സിലായോ? രക്ഷിക്കണേ. ഇപ്പൊ കണ്ടോ എന്റെ ബുദ്ധി? ഞാൻ എന്റെ ഈ റൂമിന്റെ ടെമ്പറേച്ചർ കുറച്ച് കൂട്ടാൻ പോവാ. ഇനി കണ്ടോ ഈ സ്നോമാനുണ്ടല്ലോ, അവൻ വെള്ളമായി തീരും. അവന്റെ കഥ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ തീർക്കും. ഇടിച്ചിടിച്ച് അവന്റെ പരിപ്പെടുക്കും ഞാൻ. പറ്റുമെങ്കിൽ അവനൊന്ന് രക്ഷപ്പെട്ട് കാണിക്കട്ടെ. ഇല്ലേട്ടാ, ഓടിക്കോ. നിങ്ങള് സ്നോമാനെ അല്ല തീ വെച്ചത്, നിങ്ങളുടെ ലാബിനെ തന്നെയാ. വേഗം എന്തെങ്കിലും ചെയ്യ മോട്ടു, അത് അടുത്തെത്താറായി. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്. നീ തന്നെ ആലോചിക്കേ. ഐഡിയ. സമൂസ കഴിച്ചോ, എന്നിട്ട് പണി തുടങ്ങിക്കോ. അതെ, എന്റെ പൈസ ആര് തരും? അവൻ തരും. ദേ നിങ്ങളുടെ മുന്നിൽ എത്താറായി. ഒരുപാട് ഓടി ഞങ്ങള്. എന്നാ പിന്നെ നമുക്കിനി ഒരു കൈ നോക്കിക്കളയാം. ഇനി നിന്നെ ഞാൻ വെറുതെ വിടൂല. വിടില്ലടാ വെറുതെ.
എല്ലാരോടും ഒരു അഭ്യർത്ഥനയുണ്ട്. ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഒരു പ്രവർത്തികളും നിങ്ങൾ ചെയ്യരുത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും.